മാന്യമഹാജനങ്ങളെ, ജംബോ RC റേസിംഗ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് VR തീം പാർക്കിലാണ്. നമ്മുടെ കീഴിലെ റേസ് നടത്താൻ പോകുന്നത്. ഇന്ന് നടത്താൻ പോകുന്ന ഒരു സാധാരണ RC റേസ് അല്ല, ഒരു പൊളപ്പൻ RC റേസ് ആണ്. നിങ്ങൾക്ക് ട്രാക്ക് കാണാമെങ്കിൽ കണ്ടോകൊള്ളൂ. ഇതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്ന സിറ്റി. ഈ സിറ്റി ഒരു സ്ഥലത്ത് വെച്ചാൽ മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടുത്തെ ആൾ ജയിക്കുന്നു, ഏത് ആൾ ജയിക്കുന്നു ആ ഈ സിറ്റിയുടെ രാജാവാകാൻ പറ്റും. അതാണ് ഇതിൽ ജയിക്കുന്നവരുടെ പ്രത്യേകത. ഈ സിറ്റിയുടെ രാജാവാകാം. നിങ്ങൾക്ക് ഈ സിറ്റിയുടെ രാജാവാകണമെങ്കിൽ നമ്മുടെ ഈ ജംബോ RC റേസിംഗിൻ്റെ ലൊക്കേഷനിലോട്ട് വരിക. നമ്മുടെ ഈ ട്രെയിൻ ട്രാക്കിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എത്തിച്ചേരുക. അപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് എല്ലാവർക്കും ഗുഡ് ബൈ. ഗായ്സ്, വാർത്തയിൽ പറഞ്ഞ പോലെ നമുക്കും ജംബോ RC റേസിംഗിലോട്ട് ചെല്ലണം. ഗായ്സ്, ഞാൻ ജംബോ RC റേസിംഗിലോട്ട് പോകാൻ പോവാണ്. എൻ്റെ കുട്ടപ്പൻ ലൈറ്റ്നിംഗ് മെക്വീൻ കാറിനെ ഞാൻ വരുത്തട്ടെ. യെസ് ഗായ്സ്, അങ്ങനെ ഞാൻ ലൈറ്റ്നിംഗ് മെക്വീൻ കാർ എടുത്തിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് നമുക്ക് നേരെ കത്തിച്ച് വിടാം. അപ്പോൾ ആ പുള്ളി നമ്മുടെ ടിവിയിൽ പറഞ്ഞ ലൊക്കേഷൻ ഞാൻ മാർക്ക് സെറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ്നിംഗ് മെക്വീൻ കാർ എടുത്തിട്ട് കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ലൈറ്റ്നിംഗ് മെക്വീൻ കാർ എടുത്തിരിക്കുന്നു. ഗായ്സ്, എൻ്റെ ലൈറ്റ്നിംഗ് മെക്വീൻ കാർ പാവം കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്തതാണ്. കിടുവായി ഗായ്സ്. ഗായ്സ്, ആ സിറ്റി കാണുന്നുണ്ട്. ഗായ്സ്, നമുക്ക് ചെന്നിട്ട് ഇതിൻ്റെ റൂൾസ് ഒക്കെ ചോദിക്കാം. ഈ സിറ്റിയിലോട്ട് ഞാൻ എങ്ങനെ എനിക്ക് കയറാൻ പറ്റില്ല ഗായ്സ്. എൻ്റെ പൊന്നോ ഗായ്സ്, ഞാൻ ഈ സിറ്റിൻ്റെ മുകളിലോട്ട് എങ്ങനെ കയറും? ഗായ്സ്, നമുക്ക് ഷാറൂഖ് ഖാനെ വിളിച്ച് ചോദിക്കാം ഗായ്സ്, എങ്ങനെ സിറ്റിൻ്റെ ഉള്ളിലോട്ട് കയറും? ഗായ്സ്, ഞാൻ ചോദിക്കണം ഷാറൂഖ് ഖാനങ്ങളുടെ അടുത്ത്. ഷാറൂഖ് ഖാനങ്ങളുടെ അടുത്ത് ഓടി വിളിച്ച് ചോദിച്ചിട്ട്, ഹലോ ഷാറൂഖ് ഖാൻ ചേട്ടാ, അതെ ഈ ജംബോ RC റേസിംഗ് നടക്കണ ഇവിടെ അല്ലേ? അതേടാ, നീ ഇപ്പം എവിടെയാണ്? ഞാൻ അങ്ങോട്ട് പറഞ്ഞ ലൊക്കേഷനിലുണ്ട്. ആണാടാ, ഞാൻ പറഞ്ഞ ലൊക്കേഷനിലുണ്ടല്ലേ? എടാ, ഇങ്ങോട്ട് കയറാൻ്റെ പ്രത്യേക രീതി ഉണ്ടടാ. അതെന്ത് രീതിയാ? അത് ഞാൻ പറഞ്ഞുതരാം, നീ ഫസ്റ്റ് കാർ എടുത്തേ. ഓക്കെ ഷാറൂഖ് ഖാൻ ചേട്ടാ, ഞാൻ കാർ എടുത്തിട്ടുണ്ട്. എന്നാ നീയേ ഷാറൂഖ് ഖാൻ ചേട്ടാ, ഒരു മിനിറ്റ്. ഷാറൂഖ് ഖാൻ ചേട്ടൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. അത് ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ടായിരിക്കും. അടുത്ത് വരുമ്പോൾ ഒറ്റയ്ക്ക് ശരിയായിക്കോളും. അതാണല്ലേ. ഗായ്സ്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ കയറാൻ പറ്റുമെന്ന്. ഇങ്ങനെ കയറാൻ പറ്റുന്നില്ലല്ലോ. എടാ പൊട്ടോ ശരിയാണേ, സൈഡിലൊരു വഴിയുണ്ടാ, ആ വഴി കൂടിയാടാ കയറണ. അത് ശരിയാണല്ലേ ഗായ്സ്. വഴി ഇവിടെ എന്ന് തോന്നുന്നു. ഈ വഴി കൂടി വണ്ടി കയറ്റാം ഗായ്സ്. ഒന്ന് ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ പോണേ ഗായ്സ്. ലൈക്ക് അടിക്കാത്തവരില്ല, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. നമ്മളായിരിക്കും ഫസ്റ്റ് തളി ന്യൂസ് തന്നെ ഇവിടെ എത്തേണ്ടത്. ആണ്ടാവും ഷാറൂഖ് ഖാൻ ചേട്ടൻ്റെ അടുത്ത് ഈ റൂൾസ് ഒക്കെ ചോദിച്ച് സെറ്റാവാം ഗായ്സ്. ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെ കയറും? ഷാറൂഖ് ഖാൻ ചേട്ടൻ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ എങ്ങനെ കയറണം? എടാ പൊട്ട, ഇതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ടാണ് നീ ബിൽഡിങ്ങിൻ്റെ അടിയിലൊന്ന് വന്നിരുന്നേ. ഇപ്പം നീ മുകളിലോട്ട് എത്തും. എടാ ഷിൻജാനേ, അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുപൂട്ടിയല്ലേ? അതെ ഷാറൂഖ് ഖാൻ ചേട്ടാ. എടാ ഷിൻജാനേ, ഇനി ബാക്കിയുള്ള ഒപ്പോണൻസ് ഇത്തിരി ടൈം എടുക്കൂട്ടാ. അത് കുഴപ്പമില്ല ഷാറൂഖ് ഖാൻ ചേട്ടാ. നീ ഇത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല ഷാറൂഖ് ഖാൻ ചേട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവന്മാരൊക്കെ വരും. ഷാറൂഖ് ഖാൻ ചേട്ടാ, അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരെ കാണിച്ചാൽ. ഗായ്സ്, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റേസ് തുടങ്ങാം. ഷാറൂഖ് ഖാൻ ചേട്ടാ, റൂൾസ് പറയാം. എടാ ഷിൻജാനേ,
റേസ് ജയിക്കുന്ന ആൾക്ക് ഈ സിറ്റി സ്വന്തമായിട്ട് കിട്ടും. പിന്നെ ഈ റേസിൽ തോക്കണ ആൾക്കാർ ഈ സിറ്റിയിൽ ഒരിക്കലും പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കേണ്ടി വരും. ഷാറൂഖ് ഖാൻ ചേട്ടാ അത് സെറ്റാണല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റേസിൽ പങ്കെടുക്കണത് ആരാന്ന് വെച്ചാൽ റോൾ നമ്പർ വൈസാണ്, പേര് വൈസാണ്. നമ്മുടെ ABCD പേര് വൈസാണ്. എങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് വരാം. അല്ലെങ്കിൽ എൻ്റെ ഐഡിയ വണ്ടീൻ്റെ കളർ വൈസ് വരുത്താം. ഫസ്റ്റ് കമലപ്രദം വരട്ടെ, സെക്കൻഡ് ബെണ്ടം വരട്ടെ, തേർഡ് ഷിൻജാൻ വരട്ടെ. അത് മതി. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ കമലപ്രദം റേസ് നോക്കൂ. കമലേ, നീ ആദ്യം സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് വന്നിട്ട് കിടന്ന് പറ. ഞാൻ പൊക്കോളാം കേട്ടോ, നീ പറയണ്ട. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് എല്ലാം. കമലപ്പുറത്തെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് വരെ സേഫായിട്ട് ഒരു ഡാമേജ് ഇല്ലാണ്ട് എത്തണം. അതാണ് ടാസ്ക്. ഓക്കെ, അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ അത് ഈ സാധനത്തിൽ നിന്ന് ചാടാനും പാടില്ല ഒരു വട്ടം പോലും. പിന്നെ അതൊക്കെ സിമ്പിളല്ലേ. അത് കറക്റ്റ് ചാട്ടം ഇരിക്കണം, അത് അവിടുത്തെ ആ ചാട്ടം. ഓക്കെ, അപ്പോൾ ഗായ്സ് സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോണേ. ഗായ്സ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ് ഷാർഖാൻ ചേട്ടാ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റേസിങ് ഇപ്പോൾ തുടങ്ങാൻ പോണെയാണ്. ഞാൻ പറയട്ടെ, 3, 2, 1 ഗോ. ഈ റേസ് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കമല പോണത്. ഈ കമലനെ റേസിൽ തോൽപ്പിക്കാൻ ഈ ഷിൻജാനും വളർന്നിട്ടില്ല, ഒരു ബെണ്ടനും വളർന്നിട്ടില്ല. അതെനിക്ക് പറയാം, കാരണം ഐ ആം ദ റിയൽ പവർഫുൾ ഹ്യൂമൻ ഇൻ ദ വേൾഡ്. പക്ഷേ ഞാൻ ഹ്യൂമൻ അല്ലല്ലേ, മറന്നുപോയി. ഞാൻ പണ്ട് മനുഷ്യനായിരുന്ന കാര്യം ഓർത്തിരുന്നതായിരുന്നു. യോഹോ, ഇതെന്താണ് കട്ടറേ? ഷാറൂഖ് ഖാൻ ചേട്ടാ, ഞാനേ ഇനി ഏറ്റവും എളുപ്പ വഴി കൂടിയാ പോണ. ഇപ്പൊ ഞാൻ കേറി. കമലനെ തോപ്പിക്കല് നടക്കൂല, അതാര് വന്നാലും നടക്കൂല. അങ്ങനെ ഞാൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് വണ്ടി ഒതുക്കിയിടാം, അല്ലെങ്കിൽ മറ്റുള്ള ഓപ്പോണൻസിന് പാടായിരിക്കും. ഗൈസ്, അപ്പം ഞാൻ വണ്ടി വാങ്ങി ഒതുക്കുന്ന പോയിന്റ് കാണണം. അപ്പം നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിടാം. ഓരോ റേസ് ചെയ്യുമ്പോൾ ആ വണ്ടീൻ്റെ ഉള്ളത് വണ്ടി ഇവിടെ ഇങ്ങനെ ഒതുക്കിയിടണം. അതാണ് റൂള്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി അടിയിലോട്ട് തെറിച്ചു പോയില്ല. അശു, എൻ്റെ പാവം വണ്ടി, ഞാൻ ആ വണ്ടി എടുക്കട്ടെ ഗൈസ്. അശു, എൻ്റെ പാവം വണ്ടി വളഞ്ഞു പോയേ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഡിസ്ക്വാളിഫൈ ആയി. ആദ്യം തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കമലാണ്. ഇനി ബെണ്ടനും കൂടി റേസ് ചെയ്തിട്ട് ആരാണ് ഡിസ്ക്വാളിഫൈ ആവണമെന്ന് നോക്കാം. ഓക്കെ ഷാറൂഖ് ഖാൻ ചേട്ടാ. കമൽ ലൈൻ തെറ്റിച്ചുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈ ആയത്. നമ്മൾ ലൈൻ തെറ്റിക്കാണ്ട് വണ്ടി ഓടിക്കും ഇതേപോലെ സൂപ്പറായിട്ട്. അതാണ് ഈ ബെണ്ടൻ്റെ പവർ. എൻ്റെ പിന്നോ ഇവിടെ ബെണ്ട സ്റ്റാർട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് പോയിന്റ് ചെന്നിട്ടുണ്ട്. ഓക്കെ, 3, 2, 1 ഗോ. സ്റ്റാർട്ടായിട്ടുണ്ട് റേസ്. നമ്മ അതിൻ്റെ അപ്പുറത്തോട്ട് ചാടാൻ വെള്ളം പോലും ചാടല്ലേ. ടൈം എത്ര വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അശോ, ബെസ്റ്റ് വണ്ടിയാണ്. ഈ ബ്രേക്ക് കിട്ടാണ്ട് മറിയുകയും ചെയ്തല്ലേ. കുഴപ്പമില്ല, തൽക്കാലം നമുക്കിവിടെ ഇരിക്കാം. ഷിൻജാൻ, ബിണ്ടൻ തുടക്കത്തിൽ തന്നെ ഡിസ്ക്വാളിഫൈ ആയി. കഴിഞ്ഞ വട്ടത്തെ ചാമ്പ്യനായ നീയും കൂടി ബാക്കിയുള്ള റേസ് ചെയ്യാൻ. ഷാറൂഖ് ഖാൻ, ഞാൻ റേസിൽ ജയിച്ച്, ഞാൻ അവനാണ്. അത് ഷിൻജാൻ്റെ വാക്കാണ്. ഓക്കെ, ജയിച്ചോക്കോളൂ. എനിക്ക് നീ ജയിക്കണമെന്ന് ആഗ്രഹം. ഗായ്സ്, അവരുടെ വണ്ടിക്ക് വലിപ്പം കുറവാന്ന് തോന്നണം. ഷാറൂഖ് ഖാൻ ചേട്ടനുണ്ടെന്ന് പറയണോ അല്ലേ? അല്ലെങ്കിൽ വേണ്ട ഗൈസ്, വലിപ്പം കൂടിയ വണ്ടിയും കൊണ്ട് ജയിച്ചെന്ന് പറയാം. ഈ ഷിൻജാൻ്റെ കഴിവേ. ഷിൻജാനെ പോവല്ലേടാ. ഞാൻ പോണില്ല ഷാറൂഖ് ഖാൻ ചേട്ടാ.
ഗൈസ് നമുക്ക് വണ്ടി നൈസായിട്ട് ഇവിടെ നിർത്താം. In 3, 2, 1 start. ഗൈസ് അപ്പോൾ നമ്മുടെ റേസ് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് കെയർഫുള്ളി വേണം നമുക്ക് വണ്ടി ഓടിക്കാൻ. പതുക്കെ പതുക്കെ വണ്ടി ഓടിക്കണം. യൂഹൂ ഗൈസ്, ഞാനാണ് ഈ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കലാണ് ഗൈസ്. ഇവിടെ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകാം. യൂഹൂ, ലൈൻ തെറ്റല്ലേ, ലൈൻ തെറ്റല്ലേ, ലൈൻ തെറ്റല്ലേ. ഊ ഗൈസ്, അവിടെ ഇടിക്കാണ്ട് വേണം, തട്ടാണ്ട് മുട്ടാണ്ടും വേണം പോവാൻ. ഗൈസ് ഇതവിടെ നിന്ന് നമുക്കൊരു ചാട്ടം ചാടണം, ഒരു ടയർ മാത്രം ചാടണം. യെസ് കറക്റ്റ്. ഗൈസ് നമുക്ക് റെഡ് കളർ യൂസ് ചെയ്യാം. ഷിൻജാൻ നല്ലൊരെണ്ണം ചൂസ് ചെയ്യണേ. പിന്നെ ഞാൻ റെഡ് യൂസ് ചെയ്തോടെ. ഗൈസ് നമ്മൾ ജയിച്ചാൽ മതിയാണ്, നമ്മ ഇതുവരെ ലൈനൊന്നും തെറ്റിച്ചിട്ടില്ല. ഗൈസ് പതുക്കെ 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 ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പോവാം. യെസ് കറക്റ്റ്. യാ ഗൈസ് ലൈനിനെ വെക്കിങ് കൊണ്ട് ഞാൻ റേസ് ജയിച്ചിരിക്കുന്നു. യേ ഡിങ്ങടിക്കാടിങ്ങടിക്കാടിങ്കാല റേസ് ജയിച്ചേ. ഗൈസ് നമുക്ക് ഷാറുഖ് ഖാൻ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ നോക്കി. സിറ്റി മാത്രമല്ല കിട്ടുമെന്ന് ചോദിക്കാം ഷാറുഖ് ഖാൻ ചേട്ടൻ്റെ അടുത്ത്. ഗൈസ് ഇനി നമ്മ ഇടിച്ചാലൊന്നും കുഴപ്പമില്ല, ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. താഴെ വീണാൽ പോലും കുഴപ്പമില്ല. ഇനി താഴെ വീണ എനിക്ക് കുഴപ്പമുണ്ട്, പൊടി പോലും കിട്ടൂല, അത് അത്രേ ഉള്ളൂ. ഷാറുഖ് ഖാൻ ചേട്ടാ എന്താണോ ഷിൻജാനെ? ഞാൻ ജയിച്ചില്ലേ? അത് തന്നെയാണോ ഷിൻജാനെ, നീ ജയിച്ച് എൻ്റെ ആഗ്രഹം നടന്ന്. ഷാറുഖ് ഖാൻ ചേട്ടാ ഞാൻ ചെറിയൊരു ആരമ്മയോട്ടെ, എന്നാലും അവർ റേസിൽ തോറ്റ് ഈ സിറ്റിയിൽ തന്നെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവർക്ക് നമുക്ക് 2 ഓപ്ഷൻ കൊടുക്കാം. അവരുടെ വണ്ടി എനിക്ക് തന്നെ, അല്ലെങ്കിൽ അവർക്ക് സിറ്റി പുറത്തു പോവാം. അവരുടെ വണ്ടി എനിക്ക് തന്നാൽ അവർക്ക് സിറ്റി പുറത്തു പോവാം, അല്ലെങ്കിൽ അവർക്ക് സിറ്റിയിൽ ഈ സിറ്റിയിൽ തന്നെ സ്ഥിരമായിട്ട് ഇരിക്കേണ്ടി വരും. അവരുടെ 2 പേരുടെ RC കാർ എനിക്ക് തന്നെയാണെങ്കിൽ അവർക്ക് എന്താണ് നമ്മുടെ നോർമൽ സിറ്റിയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. അവർ ഇങ്ങോട്ട് വരട്ടെ ഗൈസ്, നമുക്ക് അവരിങ്ങോട്ട് വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട ഷിൻജാനെ, നമുക്ക് 2 പേർക്കും കൂടി അവരുടെ അടുത്തോട്ട് പോവാം. അത് നല്ല ഐഡിയാണ്. ഓടെ ഷിൻജാനെ, വണ്ടി എടുക്ക്. ഓക്കെ ഷാറുഖ് ഖാൻ ചേട്ടാ വന്ന് വണ്ടി കയറ്. ഓക്കടെ ഷിൻജാനെ, ഞാൻ തന്നെ വണ്ടി കയറട്ടെ. ഷാറുഖ് ഖാൻ ചേട്ടാ വന്ന് വണ്ടി കയറിയാകും. ഓക്കടെ ഷിൻജാനെ സൂക്ഷിച്ചു ഓടിക്കണേ. ഷാറുഖ് ഖാൻ ചേട്ടാ ഞാൻ 2 വട്ടി ഓടിച്ചപ്പോൾ എനിക്കിപ്പോൾ ഇത് കാണാപ്പാടായി. എടാ ഷിൻജാൻ, ഇതെന്താണോ നീ സ്പീഡിൽ ഓടിക്കണ ഇതിലെ കൂടി? പിന്നെ അല്ലേ ഷിൻജാൻ ആരാണ്? എൻ്റെ മുന്നേ വണ്ടി മറിയല്ലേ, എൻ്റെ വണ്ടി. എൻ്റെ സ്കില്ലാണ് വണ്ടി മറിഞ്ഞിട്ടില്ല. കമലേൻ്റെ അടുത്ത് വെണ്ടൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയാം. കമലെ വെണ്ട ഇങ്ങോട്ട് വാ. ഷാറുഖ് ഖാൻ ചേട്ടാ, അപ്പൊ നമ്മൾ ഇവിടെ എത്തിയില്ലേ, ഇവരൊക്കെ ഇങ്ങോട്ട് വന്നില്ലേ? ഇനി ഷാറുഖ് ഖാൻ ചേട്ടൻ ഇവിടെ അടുത്ത് ഓപ്ഷൻ ചോദിക്കും. കമലാൻ്റെ പെണ്ട, അതെ ഒരു കാര്യം പറയട്ടെ, ഷിൻജാനായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓഫർ തന്നിട്ടുണ്ട്. നിങ്ങൾ 2 പേരുടെയും കാറ് ഈ ഷിൻജാൻ കൊടുത്താൽ നിങ്ങൾക്ക് ഈ സിറ്റിയിൽ നിൽക്കേണ്ടി വരില്ല. ആ ഓഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താ? ഞാൻ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് 2 കാറ് കിട്ടിയേ, ഫ്രീ ആയിട്ട് 2 കാറ് കിട്ടിയേ. ഷിൻജാനെ, നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലോ? പിന്നെന്താ ഷാറുഖ് ഖാൻ അണ്ണാ, ഞാൻ ഹാപ്പി അല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഗുഡ് ബൈ.